ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലം VIP വോട്ടുകൾ കൊണ്ട് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടും അവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു. ചർച്ചാ കേന്ദ്രം തന്നെയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന മണ്ഡലം. ഇത്തവണ കോൺഗ്രസും CPIM-ഉം CPI-യും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സോംനാഥ് ഭാരതിക്കാണ്. അന്തരിച്ച നേതാവ് സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജാണ് ന്യൂഡൽഹിയിൽ BJP-യെ നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ വയനാട്ടിൽ നേരിടുന്ന ആനി രാജയും ന്യൂഡൽഹിയിലെത്തി ചൂലടയാളത്തിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദികളിലും ചർച്ചകളിലും CPM-കാർക്കെതിരെ കോൺഗ്രസുകാർ സ്ഥിരം തൊടുക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിൽ CPM-ന്റെ കേന്ദ്ര നേതാക്കൾ ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന്. എന്നാൽ ഇത്തവണ ആ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ കോൺഗ്രസുകാർ പരിങ്ങലാകും. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും 10 ജൻപത്തിലെ താമസക്കാരിയുമായ സോണിയാഗാന്ധി നിർമ്മാൺ ഭവനിലെ പോളിംഗ് ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്യാനെത്തുമ്പോൾ EVM-ൽ കൈപ്പത്തി ചിഹ്നം ഉണ്ടാകില്ല. സുജേത കൃപലാനി, അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനി, KC പന്ത് തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാർ മത്സരിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി. ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് ധാരണയുടെ ഭാഗമായി ന്യൂഡൽഹി മണ്ഡലം ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണ്. സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സോംനാഥ് ഭാരതി. BJP സ്ഥാനാർത്ഥി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ്. കോൺഗ്രസ് മുൻ അധ്യക്ഷയും 10 ജൻപതിലെ താമസക്കാരിയുമായ സോണിയാഗാന്ധി ഇത്തവണ നിർമ്മാൺ ഭവനിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ EVM-ൽ കൈപ്പത്തി ചിഹ്നമുണ്ടാകില്ല. അയോഗ്യതയെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട് 10 ജൻപതിൽ തന്നെ കഴിയുന്ന രാഹുൽ ഗാന്ധിക്കും വോട്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ തന്നെ. കർണാടക കൽബുർഗിയിലെ വോട്ടറായ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഇത്തവണയും ഭാഗ്യമുണ്ടാകും. CPIM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ എന്നിവർക്കും വോട്ട് ന്യൂഡൽഹിയിലാണ്. സഖ്യധാരണ പ്രകാരം ചൂലടയാളത്തിൽ വോട്ട് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ CPIM ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിരുന്നു എന്നതിനാൽ അവർക്കതിൽ പുതുമയില്ല. വസന്ത് കുഞ്ചിലെ താമസക്കാരനായ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സൗത്ത് ഡൽഹി മണ്ഡലത്തിലാണ് വോട്ട്. അവിടെ ആം ആദ്മിയുടെ സഹിറാൻ പെഹൽവാനാണ് സഖ്യ സ്ഥാനാർത്ഥി. CPI ജനറൽ സെക്രട്ടറി D രാജയും ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടറാണ്. വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും കേരളത്തിലെ പോരാട്ടം പൂർത്തിയാക്കി ഡൽഹിയിൽ മടങ്ങിയെത്തുമ്പോൾ പ്രചരണത്തിനിറങ്ങാൻ തീരുമാനിച്ചാൽ മുന്നണി മര്യാദയുടെ പേരിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇരുവരും വോട്ട് പിടിക്കുക ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാകും. രണ്ടുപേരും വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുക ഈ നിർമ്മാൺ ഭവനിന് മുന്നിലായിരിക്കും എന്നുമാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.